കേരളം ലോകമാപ്പിൽ ഒരു അതിപുരാതന സാംസ്കാരിക നിലയം. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുന്നേറ്റം പുലർത്തിയ ഈ നാട് ഇന്ന് പുതിയൊരു പ്രതിസന്ധി നേരിടുകയാണ്. അതെ, മയക്കുമരുന്ന്, പ്രത്യേകിച്ച് യുവജനങ്ങളിൽ. പോലീസ് പരിശോധന കർശനമായി തുടരുമ്പോഴും കൊച്ചിയിൽ ലഹരി തലയ്ക്ക് പിടിച്ച യുവാക്കളുടെ അതിക്രമങ്ങൾ തുടർന്നു. പോലീസിനെ വെല്ലുവിളിച്ച് ബൈക്കിൽ പാഞ്ഞ യുവാക്കൾ ലഹരി മരുന്ന് വിൽപ്പനക്കാരൻ പോലീസിന്റെ രാത്രി പരിശോധന. ഓരോ ദിവസവും പോലീസ് പിടികൂടുന്ന പുതിയ കേസുകൾ ഈ ഭീഷണിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ മാത്രം മയക്കുമരുന്ന് സംബന്ധിച്ച 15,000-ലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സമീപകാല കണക്കുകൾ പ്രകാരം കേരളത്തിലെ യുവജനങ്ങളിൽ 20% കഞ്ചാവോ MDMA പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി അറിയാൻ കഴിയുന്നു. ഞാൻ ആദ്യമായി മയക്കുമരുന്ന് ഉപയോഗിച്ചത് 2016 കോളേജ് ഫസ്റ്റ് ഇയറിൽ ഫ്രണ്ട്സിനോടൊപ്പം ട്രൈ ചെയ്തു. പിന്നീട് ആസ്വാദനം ഒരു ആസക്തിയിലേക്ക് മാറി. അവസാന ഇയറിലെത്തിയപ്പോഴേക്കും ഞാൻ ഡീലർമാരെ നേരിട്ട് പരിചയപ്പെടാൻ തുടങ്ങി. എൻ്റെ അമ്മ ആദ്യമൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യം അച്ഛൻ ഒരുപാട് ശാസിച്ചു. പക്ഷെ അവരെന്നെ വിട്ടുമാറിയില്ല. അവരെന്നെ കൈവിടാതെ കൂടെ വന്നു. അവർ എത്ര തവണ എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും അതിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ നാടിനെ വളരെയേറെ കാര്യമായിട്ട് തന്നെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അത് വളരെയേറെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാർ. അതിന് ഒരു മാറ്റം വരേണ്ടതാണ്. ഒരു അവസാനം ലാസ്റ്റ് 10 ഇയർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10 വർഷം മുൻപൊക്കെ കോളേജ് തലങ്ങളിലായിരുന്നു ഈ തരത്തിലുള്ള മയക്കുമരുന്നുകളുടെ, അത് നാർക്കോട്ടിക് ഡ്രഗ് ആയിക്കോട്ടെ സിന്തറ്റിക് ഡ്രഗ് ആയിക്കോട്ടെ ഉപയോഗം കോളേജ് തലങ്ങളിലും കോളേജ് ക്യാമ്പസുകളിലും ഒരുപക്ഷെ മറ്റ് സ്റ്റേറ്റിലുള്ള നമ്മളെ നൈബർ സ്റ്റേറ്റിലുള്ള പഠിക്കുന്ന ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇനി കേരളത്തിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ലാസ്റ്റ് 10 വർഷം മുമ്പൊക്കെ ഒരു വർഷം സിറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നു. പക്ഷെ ഇപ്പം ആ സിറ്റികളൊക്കെ മാറി കോളേജ് തലങ്ങളിൽ നിന്നും മാറി എല്ലാ ഗ്രാമപ്രദേശത്തോടെ വരെ ചെറിയ ചെറിയ പട്ടണങ്ങളിലും കൂടാതെ ഗ്രാമപ്രദേശങ്ങളിലും ലഹരിയുടെ ഉപയോഗം കൂടിയിട്ടുണ്ട്. കോളേജ് തലങ്ങളിൽ നിന്ന് മാറി ഒരുപക്ഷെ ഹയർ സെക്കൻഡറി തലത്തിൽ +1 +2 തലത്തിലോട്ടും അതിന് താഴെ ഹൈസ്കൂൾ തലത്തിലോട്ടും ഇപ്പം ലഹരിയുടെ ഉപയോഗം കുട്ടികൾ വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പഠിക്കുന്ന പറയുമ്പോൾ അവർക്ക് ഒന്നാമത്തെ ടെൻഷനാണ്. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ ഒരു റിലാക്സിങ് ടൈം കിട്ടില്ല. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തായാലും അതിലേക്ക് പോവാം. ഇവരെ കാത്തു നിൽക്കണ കുറേ ലഹരി മാഫിയകളുണ്ട്. ഇവരെ മാത്രം നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും അവർ. അവരെ പെട്ടെന്ന് സ്നേഹം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പോകും. മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് പല കാരണങ്ങളാണുള്ളത്. മാനസിക സമ്മർദ്ദം, ആധുനിക ജീവിത രീതി, വളർച്ചാകാലത്തെ വിഡ്ഢിത്തരങ്ങൾ. പക്ഷേ ഫലമൊന്നു തന്നെ, ജീവിതം തകർച്ചയിലേക്ക് പോകുന്നു. അങ്ങനെ പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോയി വരുന്ന, കോളേജിൽ പോയി വരുന്ന സമയത്ത് കുട്ടികളിൽ ഒരു അസാധാരണമായ പെരുമാറ്റ രീതികൾ കണ്ടുവരികയാണ്. പിന്നെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ വീടുകളിൽ പറയുന്നില്ല, വൈകി വരുന്നു, നേരത്തെ പോകുന്നു, പല കൂട്ടുകാരുടെയും പല ബൈക്കുകളിൽ പല സമയങ്ങളിൽ കയറി വരുന്നു. ഇതൊക്കെയാണ് തുടക്കത്തിൽ അവരിൽ കാണുന്ന മാറ്റങ്ങൾ. ഇത് തിരിച്ചറിഞ്ഞ് ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾ വളരെ ദേഷ്യപ്പെടുകയും മറ്റും ചെയ്ത് വീട്ടുകാരോട് സഹകരിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാണുക. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ റൂമടച്ച് ഒറ്റയ്ക്കിരിക്കുക, ഇതൊക്കെയാണ് അവരിൽ കണ്ടുവരുന്ന ആദ്യത്തെ മാറ്റങ്ങൾ എന്ന് പറയാൻ. മക്കൾ ലഹരിക്കടിമയാണ് എന്ന് പൊതുവിൽ പറയാൻ എല്ലാ രക്ഷിതാക്കളും മടിക്കും. ആദ്യം അവർ തന്നെ അതിനെ ഒതുക്കി വെച്ച് കുട്ടികളെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. പക്ഷെ അത് പലപ്പോഴും പരാജയപ്പെടാറാണ്. പിന്നെ കുട്ടികളുടെ
തെറ്റ് മറച്ചു വയ്ക്കുന്നത് മൂലം ഈ കുട്ടികൾ കൂടുതൽ ഇതിന് അടിമകളായി തീരുക. അതിനുശേഷം 4 ആൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ അറിയുമ്പോഴേക്ക് ഈ കുട്ടികൾക്ക് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ വീണു പോവുകയാണ്. അപ്പോൾ അതിലൊരു കുറച്ച് കുറ്റം രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ തുടക്കത്തിൽ മറ്റാരും അറിയരുത് എന്നുള്ള രീതിയിൽ ഇത് മറച്ചു വയ്ക്കുന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അങ്ങനെ പല കുടുംബങ്ങളും കുട്ടികളെ പലവരോടുമായിട്ട് ഉപദേശങ്ങൾ കൊടുക്കുകയും വേണ്ടപ്പെട്ടവരോടൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുകയും അധ്യാപകരോട് ഉപദേശിക്കുകയും കൗൺസിലർമാരോട് ഉപദേശങ്ങൾ കൊടുക്കുകയും അങ്ങനെ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വരാറുണ്ട്. അതിൽ കുറച്ച് കുട്ടികളൊക്കെ അതിൽ നിന്ന് കയറി വരാറുണ്ട്. എന്നാൽ കുറെ കുട്ടികൾ ഈ ഉപദേശങ്ങളൊന്നും ഏൽക്കാതെ അതിൽ തന്നെ വിട്ടുപോകുന്നൊരു സ്ഥിതിയുണ്ട്. അതിൽ പക്ഷേ കുടുംബത്തിലും പങ്കുണ്ടാവാമായിരിക്കാം. അതിലെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വിട്ടുപോകുന്ന കുട്ടികൾ എന്നുള്ളത് കുടുംബത്തിൽ അച്ഛനും അമ്മയും കലഹങ്ങൾ നടക്കുന്ന വീടുകളിൽ, അല്ലെങ്കിൽ വേർവിട്ട് കഴിയുന്നതെന്ന് വെച്ചാൽ സിംഗിൾ പാരന്റ്, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ ലഹരിയിലേക്കുള്ള ഒരു ആസക്തി കൂടുന്നത്. അപ്പൊ അത് രക്ഷിതാക്കളുടെ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ വീട്ടിലെ കലഹങ്ങളോ വീട്ടുകാർ തമ്മിലുള്ള ആശയവിനിമയങ്ങളുടെ കുറവുകളോ ഒക്കെ ഈ ഒരു കുട്ടികളെ ഈ ഒരു വിപത്തിലേക്ക് വീണു പോകുന്നതിന് വളരെയേറെ സഹായിക്കുന്നു. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ വിവിധ സംഘടനകളും സർക്കാരും നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. ബോധവത്കരണ ക്യാമ്പയിനുകൾ, കൗൺസിലിംഗ് സെഷനുകൾ, പരിശോധനകൾ എന്നിവയിലൂടെ കേരളം പ്രതിരോധത്തിനൊരുങ്ങുകയാണ്. ഏതെങ്കിലും ഒരു കുട്ടി അല്ലെങ്കിൽ യുവാവ് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടാൽ തൻ്റെ രക്ഷിതാക്കൾ ആ കേസ് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ മകനെ ചെയ്യില്ല എന്നത് അറിയാൻ മിക്കവാറും എല്ലാവരും അറിയാതെ വിട്ടുപോയതാണ്, ആരെങ്കിലും പെടുത്തിയെന്നൊക്കെ കാണിച്ചപ്പോഴാണ് രക്ഷിതാക്കൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരെ വലിയ വക്കീലിൽ വെച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും പലിശക്കെടുത്തിട്ടാണെങ്കിലും വലിയ വക്കീലിൽ വെച്ച് ജാമ്യത്തെടുക്കാൻ അവർ ശ്രമിക്കും. പക്ഷെ ഇപ്പം പ്രധാനപ്പെട്ട കോടതികളെല്ലാം വളരെ സീരിയസ് ആയി കാണുന്നത് പെട്ടെന്ന് ജാമ്യം കൊടുക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും രക്ഷിതാക്കൾ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാവാൻ പറ്റുന്നത് തൻ്റെ മക്കളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് തൻ്റെ മക്കളെ നശിപ്പിക്കാനാണ് പോകുന്നത്. ഈ തരത്തിലുള്ള ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാകുന്നത് ജയിലിൽ കിടക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഡി അഡിക്ഷൻ സെന്ററിൽ ട്രീറ്റ്മെന്റ് അവർക്ക് അവിടെ നൽകപ്പെടുന്ന പോലെ അവർക്ക് ഈ സാധനം ലഭ്യമാണ്, കിട്ടില്ല, അവിടെ കിടക്കും. അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടും. മറിച്ച് പെട്ടെന്ന് അവർ ജാമ്യത്തിറക്കി കൊണ്ടുവന്നാൽ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും ഈ ക്രൈം റിപ്പീറ്റ് ചെയ്യും. രക്ഷിതാക്കൾക്ക് മക്കളുടെ പുറകിൽ പോകാനാവാറില്ല പലപ്പോഴും. ജീവിതത്തിലെ തിരക്ക് പിടിച്ചുള്ള ഓട്ടം നേടി പോകാൻ സാധ്യത കുറവാണ്. പിന്നെ കൃഷ്ണമണിയൊക്കെ ചുരുങ്ങിയിട്ടുണ്ടാവും. ഉറക്കക്കുറവ്, ഭക്ഷണത്തിൽ വരുന്ന മാറ്റങ്ങൾ, ക്ഷീണം, പിന്നെ പഠിക്കാനൊക്കെ പുറകിലേക്കായിരിക്കും, താല്പര്യം കുറയും, കോൺസെൻട്രേഷൻ കുറയും. അത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് കൗൺസിലിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏറ്റവും അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ലേറ്റ് ആവും, റെഡി ആവും. പക്ഷെ എന്നാലും ഫസ്റ്റ് കണ്ടുപിടിക്കുന്നതിനേക്കാളും ലാസ്റ്റ് ആവുമ്പോൾ അതിൻ്റെതായ അത് നമ്മൾ ആദ്യം കൗൺസിലിംഗ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡി അഡിഷനിലേക്ക് വിടും. അത്രയും ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ എത്തുകയാണെങ്കിൽ അഡിക്റ്റ് ആവണമെന്ന് ഇപ്പം നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മൾ കുറേ ഇത് കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. അവർ ചിലപ്പോൾ ഇപ്പം എനിക്ക് തന്നെ വന്നതിൽ അവർ ചെറിയൊരു ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് വരും. അപ്പം അത് പതുക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ശാരീരികമായി നോക്കുകയാണെങ്കിൽ അവർക്ക് ക്യാൻസർ വരാം, അവയവങ്ങളെ ബാധിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കൽ, ടയർഡ്നെസ്, ഇതൊക്കെ ശാരീരികമായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ഇനിയിപ്പോൾ മാനസികമായി നോക്കുകയാണെങ്കിൽ വിഷാദ രോഗം, സൂയിസൈഡൽ ടെൻഡൻസി, അതായത് മൂഡ് മാറുക, പിന്നെ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഒറ്റപ്പെടുക, അതൊക്കെയാണ് മാനസികത്തിൽ വരുന്നത്. ഇത് കൂടുതലും കുട്ടികൾ വീട്ടിൽ നിന്നാണ് കണ്ടുവരുന്നത്. വീട്ടിൽ പാരൻസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടാണ് ഇവർ അതിലേക്ക് പോകുന്നത് ഒന്നാമത്തെ റീസൺ. അത് കഴിഞ്ഞിട്ട് പിയർ ഗ്രൂപ്പിന്റെ പ്രഷറുണ്ട് സ്കൂളിൽ. കൗമാര കുട്ടികളൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സായിട്ട് ആദ്യം അവരിങ്ങനെ എന്താ പറയുക, ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ 2 തരത്തിലുണ്ട്. ഉപയോഗവും വിതരണവും മിക്കവാറും എല്ലാം ഉപയോഗിക്കുന്ന ആളുകളും യുവാക്കളും ക്യാരിയേഴ്സ് കൂടിയായിരിക്കും. ഒരു പക്ഷേ ഒരു 500-1000 രൂപ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ കൂട്ടുകാർക്കോ മറ്റു ഉപയോഗിക്കുന്ന ആളുകൾക്ക് വിൽക്കുകയും അതിൽ നിന്നൊരു പോർഷൻ ഇവർ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ സമാന്തരമായി തന്നെ അവർ ഒരേ സമയം ഇവർ ഉപയോഗിക്കുന്ന ആളുകളും ക്യാരിയേഴ്സുമായിട്ടാണ് വളരെ കൂടുതൽ. പ്രായമായവരൊക്കെ ഒരു പക്ഷേ ലഹരി
ലഹരിക്കായി ഉപയോഗിക്കുന്ന മദ്യമാണെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന മദ്യം കുട്ടികൾക്ക് ലഹരിയല്ല. ഉപയോഗിക്കുന്നത് ഇത്തരം സിന്തറ്റിക് നാർക്കോട്ടിക് ഡ്രഗുകളാണ്. നമ്മൾ ബോധവൽക്കരണം അതാണ്. ലഹരിയല്ല, ഇത്തരം വസ്തുക്കളല്ല ലഹരി. ലഹരി വെച്ചാൽ പഠനമാണ്, ജീവിത ലക്ഷ്യമാണ് എന്ന സന്ദേശമാണ് ഡിപ്പാർട്ട്മെന്റൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ലഹരിയിലല്ല, ജീവിതത്തിലാണെന്ന് കണ്ടെത്തുന്നത്. ലഹരി എന്ന് വെച്ചാൽ പഠനവും ജീവിത ലക്ഷ്യവും മറ്റൊക്കെയാണെന്നാണ് സോഴ്സ് മിക്കവാറും നമ്മളിവിടെ പിടിക്കുന്ന കേസുകളുടെ എല്ലാത്തിനും ഉറവിടം തപ്പിപ്പോയാൽ ഒരുപക്ഷെ എത്തുന്നത് സിന്തറ്റിക് ഡ്രഗുകളാണെങ്കിൽ MDMA പോലുള്ള സിന്തറ്റിക് മിത്ത് പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളുടെ എത്തുന്നത് മിക്കവാറും ബാംഗ്ലൂരായിരിക്കും. കഞ്ചാവ് പോലുള്ള ഉൽപ്പന്നങ്ങൾ എത്തുന്നതാണെങ്കിൽ വിജയവാഡ, ഒറീസ, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മിക്കവാറും കഞ്ചാവിന്റെ ഉറവിടം ചെന്ന് എത്തുന്നത്. അവിടെ നിന്നായിരിക്കും മിക്കവാറും കൊണ്ടുവരുന്നത്. കാരിയേഴ്സ് മിക്കവാറും ഇതര സംസ്ഥാന തൊഴിലാളികളും മലയാളികൾ ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ കൊണ്ടുപോകാറ്. അവിടെ പഠിക്കുന്ന കുട്ടികൾ വരുമ്പം കൊണ്ടുവരാറ്. എന്നിട്ട് ഇവിടെ ഉറവിടം മിക്കവാറും മറ്റ് സാധനങ്ങളാണ്. എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കളെ ശ്രദ്ധിച്ചു നോക്കിയാൽ, അവരോടൊന്ന് സംസാരിച്ചാൽ രക്ഷിതാക്കൾക്ക്, അച്ഛനിൽ അമ്മയ്ക്ക് കൃത്യം അറിയണം തൻ്റെ മക്കളിലുള്ള ഉണ്ടാവുന്ന പെരുമാറ്റത്തിലുള്ള വ്യത്യാസം, സ്വഭാവത്തിലുള്ള വ്യത്യാസം, ജീവിത രീതിയിലുള്ള വ്യത്യാസം ഉറപ്പായിട്ട് അറിയാൻ പറ്റും. ഒരു അമ്മയ്ക്ക് അറിയാതെ പോകാൻ വഴിയില്ല. അവർ അശ്രദ്ധയായിരിക്കും ഒരു പക്ഷേ മിക്കവാറും ഇത്തരം കേസുകളിലേക്ക് വഴിവെക്കുന്നത്. ഞങ്ങളൊരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക്, ഒരു നിയമപാലക എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു പക്ഷേ ഒരു പരിധിവരെയൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഡ്രഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട്. കുറച്ച് കാര്യം ശ്രദ്ധിച്ചാൽ എല്ലാ രക്ഷിതാക്കൾക്കും അറിയാൻ പറ്റും. മക്കൾ ആ സമയത്ത് കയറി വരിക, കൃത്യസമയത്ത് വൈകുന്നേരം രാത്രി സമയങ്ങളിൽ വൈകി വീട്ടിൽ വരികയാണ്. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നുണ പറയും. പക്ഷെ നുണ പറയുന്നത് നുണയാണെന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾ കഴിയില്ല. രാത്രി 10 മണിക്കും 12 മണിക്കും 1 മണിക്കൊക്കെ കയറി വരും. രക്ഷിതാക്കൾ അറിയാതെ മക്കൾ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. പിന്നെ ഇവർ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കില്ല. കുളിക്കൽ പോലും ഒരുപക്ഷെ കുളി പോലും രാവിലെ നടത്തില്ല. രാത്രി വൈകി കിടക്കുകയും ഉറങ്ങുന്നത് തന്നെ വൈകി എണീക്കുകയും. ഇവർ എണീക്കുമ്പോൾ രാവിലെ നേരത്തെ എണീക്കാറില്ല, വൈകിട്ടാണ് മിക്കവർ എണീക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രി ചെയ്യും, രാത്രി ചെയ്യേണ്ട പകൽ ചെയ്യും. ഇവർ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കും. രക്ഷിതാക്കൾ അറിഞ്ഞിട്ടാലും അറിയാതാണേലും. രക്ഷിതാക്കൾ അറിയാതെ പോകാൻ സാധ്യതയില്ല. പക്ഷെ പറഞ്ഞ് രക്ഷിതാക്കളെ നുണ പറഞ്ഞിട്ടായിരിക്കും പോവുക. അവിടെ സഹോദരന്റെ വീട്ടിൽ കല്യാണം, കൂട്ടുകാരുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടേ പോവുക. നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോയി എവിടെ രാത്രി കടകൾ പോയാലും ഈ കുട്ടികളവിടെ പോയിരുന്നു ചായ കുടിക്കാൻ. രാത്രി 2 മണിക്ക് ചായ കുടിക്കാൻ പോവുക, 3 മണിക്ക് ചായ കുടിക്കാൻ പോവുക. കിലോമീറ്റർ കണക്ക് സഞ്ചരിച്ചിട്ടാണ് 10, 15, 20 കിലോമീറ്റർ പോയി ചായ കുടിക്കാൻ പോവുക വീട്ടിൽ നിന്നും. രക്ഷിതാക്കൾ അറിയാതായി. ഒരുപക്ഷെ അറിഞ്ഞിട്ടും 2 മണിക്ക് ചായ കുടിക്കാൻ പോകാനാ. അത്തരം കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിയാതെ തൻ്റെ മക്കൾ പിന്നെ വഴിതെറ്റി പോയാൽ പിന്നെ രക്ഷിതാക്കളല്ലാതെ വേറെ കുറ്റം പറയുക. ഇത്തരം ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ബ്രോക്കൺ ഫാമിലിയിൽപ്പെട്ടവരായിരിക്കും. ഒന്നുകിൽ സിംഗിൾ പാരന്റിങ് ആയിരിക്കും, ഒന്നുകിൽ അമ്മയായിരിക്കും, അല്ലെങ്കിൽ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ മരണപ്പെട്ടു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ പ്രവാസി ആയിരിക്കാം. അത്തരം കേസുകളാണ് കുട്ടികൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത്തരം കുട്ടികളുടെ കൂടെ മറ്റ് കുട്ടികളും ചേർന്ന് പോകുമ്പോഴാണ്, കാരണം ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ കൃത്യമായി സിംഗിൾ പാരന്റിങ്ങിൽ അശ്രദ്ധ ഒരു പക്ഷേ ബാധിക്കുന്നുണ്ടാവാം. ഇത്തരം കുട്ടികളുടെ കൂടെ മറ്റു കുട്ടികൾ കൂടുമ്പോഴും അവരും ഇതിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബ പശ്ചാത്തലം വല്ലാത്തൊരു ഘടകമാണ്. മക്കളെ നന്നായി സ്നേഹിച്ചാൽ, നന്നായി തുറന്ന് സംസാരിച്ചാൽ, മക്കളെ സുഹൃത്തുക്കളെ പോലെ കണക്കാക്കി അവരോട് അടുത്ത് നിന്നാൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ എല്ലാം കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ മക്കളുടെ കുട്ടികളുടെ സ്വഭാവം വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അറിയാൻ. എൻ്റെ മോൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ എൻ്റെ മോൻ്റെ അടുത്ത 3 or 4 സുഹൃത്തുക്കളെ മനസ്സിലാക്കുക. അവരുടെ സ്വഭാവത്തിൻ്റെ, അവൻ്റെ കൂട്ടുകാരുടെ സ്വഭാവത്തിൻ്റെ ആവറേജാണ് എൻ്റെ മോനും. നമ്മുടെ മോനെ ഒരു പക്ഷേ നമ്മളുടെ മോനെ തെറ്റ് ചെയ്തതായിട്ട് അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും. മറ്റൊരാളുടെ മോൻ തെറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ തിരിച്ചറിയാൻ എളുപ്പമാണ്. അതുകൊണ്ട് അവരുടെ സ്വഭാവം മനസ്സിലാക്കി അവൻ്റെ ആവറേജാണ് എൻ്റെ മോനെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ മക്കളെ തിരിച്ചറിയാൻ വളരെ സിമ്പിളാണ്. ഒരു കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ ലഹരിക്ക് അടിമകളായിട്ടല്ല ജനിക്കുന്നത്. അവർക്ക് കിട്ടാത്ത പരിഗണന, കിട്ടാത്ത പരിഗണന അവരങ്ങോട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. കുടുംബങ്ങളിൽ തന്നെ ആരോഗ്യപരമായ വിമർശനങ്ങൾ ഉണ്ടാവണം.
ആരോഗ്യകരമായ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഈ ആരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ പലപ്പോഴും കുടുംബത്തിൽ നടക്കുന്നില്ല. കാരണം അത് നടന്നാലാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുള്ളൂ. ആ സംസാരിക്കുന്ന വേദികൾ വീട്ടിൽ ഒരുങ്ങണില്ല. അത് ഒരുങ്ങാതിരിക്കുമ്പോഴാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തല്ലാനും മട്ടാനും പോകുന്നത്. അതിൽ ഞാൻ എപ്പോഴും ഈ ലോകത്ത് നടക്കുന്ന കേസ് നമ്മൾ കാണുന്നതും ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു കാര്യങ്ങളും സംസാരിച്ച് തീർക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അതൊക്കെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. കാരണം ഒരു കാര്യം സംസാരിച്ച് തീർക്കാൻ ഒരു കുട്ടിക്ക് കഴിവുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി സമൂഹത്തിൽ സംസാരിക്കും. നാലാൾ കൂടുമ്പോൾ ആ കുട്ടിക്ക് ചേരാൻ പറ്റും. ഈ സംസാരിക്കാൻ അറിയാത്ത കുട്ടികൾ എപ്പോഴും ഒറ്റപ്പെട്ട് പോവുകയും ചെയ്യുക. ആ ഒറ്റപ്പെട്ട് പോകുന്ന കുട്ടി തന്നെയാണ് ഇതുപോലെയുള്ള ഓരോ സാഹചര്യങ്ങളിൽ പോയി പറഞ്ഞത്. അംഗീകാരമില്ല വീടുകളിൽ സത്യം പറഞ്ഞാൽ. അപ്പോൾ അച്ഛനെയോ അമ്മയോ ഒരു കുട്ടി അവർ പറയുന്ന ഒരു കാര്യം എതിർത്ത് പറഞ്ഞു വെച്ചാൽ അത് തർക്കോത്തരമായും അവരെ തല്ലുന്ന ഒരു സിറ്റുവേഷനാണ് പുറത്തു പോയിട്ട് ഒരു കാര്യം പറയുമ്പോഴും ഇവരെ എതിർക്കുമ്പോൾ ഇവരും ആ ഒരു ചിന്തയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർ അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരാളെ തല്ലാനും കൊല്ലാനും വരെ ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഒരു അച്ഛനും അമ്മയും സംസാരിക്കാൻ ഈ ഒരു കുട്ടി അഭിപ്രായം പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ആ അഭിപ്രായത്തിന് തെല്ല് വില പോലും കൊടുക്കാതിരിക്കുമ്പോഴാണ് ആ കുട്ടി സ്വയം മനസ്സിലാക്കുകയാണ് തനിക്ക് വിലയില്ലാതെ. അപ്പൊ ആ കുട്ടിക്ക് വില നൽകുന്നത് എവിടെയാണോ ആ കുട്ടി അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഇപ്പൊ നടക്കുന്നത് ഇവിടെ. ഒരു ദിവസം രാത്രി ഞാൻ ലഹരിയുടെ അമിത ശേഷിയിൽ താഴെ വീണു. അനങ്ങാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞാൻ ഭയപ്പെട്ടത്. അവിടെ നിന്ന് ആശുപത്രിയിലേക്ക്. അമ്മയുടെ കരച്ചിലോടെയാണ് ഞാൻ കണ്ണു തുറന്നത്. അന്ന് ആദ്യമായി ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ മരിക്കുമെന്നതിനേക്കാൾ ഉപരി വലിയ വേദന എൻ്റെ അമ്മയുടെ കണ്ണുനീരായിരുന്നു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു, നിനക്ക് ജീവിക്കാൻ അവസരം ഒന്നുകൂടിയുണ്ട്. അതെൻ്റെ പുനർജന്മത്തിൻ്റെ നിമിഷമായിരുന്നു. ഞാൻ കൗൺസിലിങ്ങിനും ഡീറ്റോക്സിങ്ങിനും വിധേയനായിരുന്നു. ആദ്യമായി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചു. എൻ്റെ മാതാപിതാക്കൾ വീണ്ടും എൻ്റെ കൈപിടിച്ചു. അവരുടെ സ്നേഹമാണ് ഇന്ന് എൻ്റെ നിലനിൽപ്പ്. ഇന്ന് ഞാൻ വീണ്ടും പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഞാനൊരു ജോലി ആരംഭിച്ചു. എൻ്റെ കയ്യിൽ നല്ലൊരു ജീവിതമുണ്ട്. ഞാനിപ്പോൾ മറ്റുള്ളവരോട് പറയും, എൻ്റെ ജീവിതം, എൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. ഞാൻ അവരോട് പറയുന്ന ഒരേ ഒരു കാര്യം, ഒരിക്കൽ പോലും ഇത് ട്രൈ ചെയ്യരുത്. ട്രൈ ചെയ്താൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. ഞാൻ തിരിച്ചു വന്നത് എൻ്റെ മാതാപിതാക്കളുടെ സ്നേഹത്തിലൂടെയാണ്. അവർ കൈവിടാതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഞാൻ. മയക്കുമരുന്ന് നിങ്ങളെ തകർക്കും, നിങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കും, നിങ്ങളുടെ സ്വപ്നങ്ങളെ കാറ്റിൽ പറത്തും. പക്ഷേ ജീവിതത്തിൽ തിരിച്ചു വരാൻ സാധിക്കും. നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കൂ. അവരുടെ കണ്ണുനീരിനെ കച്ചവടമാക്കരുത്. കാരണം ഒരു തവണ തിരിഞ്ഞു നോക്കുമ്പോൾ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുത്ത്. ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ, അത് ഉപയോഗമായിക്കോട്ടെ കച്ചവടമായിക്കോട്ടെ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ യോദ്ധാവ് എന്നുള്ള ഒരു ആപ്പുണ്ട്, അതിൽ കോണ്ടാക്ട് നമ്പറുണ്ട്. ഇതിലേക്ക് വിളിച്ച് നിങ്ങൾ അറിയിക്കുക. അതിൽ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളുകളുടെ ഇൻഫർമേഷൻ ഒരു കാരണവശാലും പുറത്തു പോകില്ല. കൃത്യമായ നടപടികൾ അതിനുണ്ടാവും. യോദ്ധാവിൻ്റെ നമ്പർ പറയാം: 999-59-666. പിന്നെ ആന്റി ഡ്രഗിൻ്റെ കൺട്രോൾ റൂമിൻ്റെ നമ്പറുണ്ട്. ആന്റി ഡ്രഗ് കൺട്രോൾ റൂമിൻ്റെ ഒരു നമ്പർ കൂടിയുണ്ട്: 9497979724. 9497979724. ഈ നമ്പർ വിളിച്ചു പറഞ്ഞാൽ മതിയാവും. വിളിച്ചു പറയുന്ന ആളുകളുടെ വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും കൃത്യമായ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാവുകയും ചെയ്യും. മയക്കുമരുന്ന് ഒരു ലഹരി മാത്രമല്ല, അതൊരു ജീവചരിത്ര കൊലപാതകമാണ്. എന്നാൽ പ്രതിരോധിക്കാം, മടങ്ങാം. കേരളം ഭാവിയിൽ ഉജ്ജ്വലമാകട്ടെ. അറിയുക, ജീവിതം മയക്കുമരുന്നിനേക്കാൾ വിലയേറിയതാണ്.